കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂളിൻ്റെ പേര് ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഇൻ പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷിന് മുമ്പുള്ള ഇന്ത്യയിലെ ചരിത്ര ബോധത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ജെയിൻ ആൻഡ് ബുദ്ധിസ്റ്റ് ട്രഡീഷൻ, അതായത് ജൈന ബുദ്ധമത പാരമ്പര്യം എന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. കണ്ടീഷൻ ഓഫ് ഹിന്ദു സൊസൈറ്റി ബിഫോർ ബുദ്ധ, ബുദ്ധന് മുമ്പുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ബുദ്ധിസം ഈസ് സെൻറ്റേർഡ് അപ്പോൺ ദ ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ഗൗതമ ബുദ്ധ, വെർ ആസ് ജൈനിസം ഈസ് സെൻറ്റേർഡ് ഓൺ ദ ലൈഫ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് മഹാവീര. ബോത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം ബിലീവ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് കർമ്മ. അപ്പം ബുദ്ധമതം ഗൗതമ ബുദ്ധൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. ജൈനമതം മഹാവീരൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിലും കേന്ദ്രീകരിച്ചുള്ളതാണ്. ബോത്ത് ബുദ്ധിസം ആൻഡ് ജൈനിസം ബിലീവ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് കർമ്മ ആസ് എ ബൈൻഡിങ് ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ സഫറിംഗ് ഓഫ് ബീയിങ് അപ്പോൺ എർത്ത്. ബുദ്ധമതവും ജൈനമതവും കർമ്മത്തെ, ഭൂമിയിലെ ജീവികളുടെ കഷ്ടപ്പാടുകൾക്ക് ഉത്തരവാദിയായ ഒരു ബന്ധിത ശക്തിയായിട്ട് അവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ കർമ്മമാണ് അവരുടെ നന്മതിന്മകൾ തീരുമാനിക്കുന്നത് എന്ന ഒരു തത്വത്തിൽ അധിഷ്ഠിതമാണ്. വൺ ഓഫ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇസ് ദ ഓർഗാനിസം ഓഫ് മൊണാസ്റ്റിക് ഓർഡേഴ്സ് ഓർ കമ്മ്യൂണിറ്റീസ് ഓഫ് മോങ്സ്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പൊതു സവിശേഷതകളിലൊന്ന് സന്യാസിമാരുടെയോ സന്യാസി സമൂഹങ്ങളുടെയോ ഒരു സംഘടനയാണ് കമ്മ്യൂണിറ്റീസ് ഓഫ് മോങ്സ്, സന്യാസി സമൂഹങ്ങളുടെ ഒരു കൂട്ടം. ബുദ്ധിസം ഈസ് എ പോളിതെയിസ്റ്റിക് റിലീജിയൻ. Its main goal is to gain enlightenment. Jainism is also polytheistic religion and its goals are based on non-violence and liberation the soul. ഇപ്പോൾ ബുദ്ധമതം എന്നത് ഒരു ബഹുദൈവ മതമാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം ജ്ഞാനം നേടുക എന്നതാണ്. ജൈനമതവും ബഹുദൈവ വിശ്വാസമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ അഹിംസയിലും ആത്മാവിൻ്റെ വിമോചനത്തിലും അധിഷ്ഠിതമാണ്. The Vedic idea of divine power of speech was developed into the philosophical concept of hymen as a human expression of the etheric vibrations which permeate space and which were first noble cause of creation itself. സംസാരത്തിൻ്റെ ദൈവിക ശക്തിയെക്കുറിച്ചുള്ള വേദ ആശയം സ്തുതിഗീതത്തിൻ്റെ ദാർശനിക സങ്കല്പമായി വികസിപ്പിച്ചെടുത്തത്, അതിൻ്റെ മാക്സിമത്തിൽ വ്യാപിക്കുന്നതും സൃഷ്ടിയുടെ തന്നെ ആദ്യം അറിയാവുന്നതുമായ ഇത്തറിക് വൈബ്രേഷനുകളുടെ മാനുഷിക പ്രകടനമാണ്. ജൈനിസം ആൻഡ് ബുദ്ധിസം which were instrumental in bringing about lot of changes in the social life and culture of India. അപ്പോൾ ജൈനമതവും ബുദ്ധമതവും ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിലും സംസ്കാരത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. Formula composed of certain sequence of sounds and rhythms. It was believed that a hymen could bring victory or defeat in wars. അപ്പോൾ ഒരു നിശ്ചിത ശ്രേണിയിലുള്ള ശബ്ദങ്ങളും താളങ്ങളും ചേർന്നതാണ് ഫോർമുല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സ്തുതിക്ക് യുദ്ധത്തിൽ വിജയമോ പരാജയമോ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇറ്റ് കുഡ് അഷ്വർ പ്രോസ്പെരിറ്റി ഓഫ് എ സ്റ്റേറ്റ് ഓർ ഓഫ് ഇറ്റ്സ് എനിമീസ്. അത് ഒരു സ്റ്റേറ്റിൻ്റെയോ അതിൻ്റെ ശത്രുക്കളുടെയോ അഭിവൃദ്ധി ഉറപ്പാക്കുന്നുണ്ട്. ഇറ്റ് കുഡ് ബി യൂസ്ഡ് ടു വിൻ വോട്ട്സ് ഇൻ ദ പോപ്പുലർ അസംബ്ലി ഓർ ടു സൈലൻസ് ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ആൻ ഒപ്പോണൻറ്റ്. പോപ്പുലർ അസംബ്ലിയിൽ വോട്ടുകൾ നേടാനോ എതിരാളികളുടെ വാദങ്ങൾ നിശബ്ദമാക്കാനോ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. എ ലോട്ട് ഓഫ് മണി ഓഫ് സ്റ്റേറ്റ് വാസ് സ്പെൻഡ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ കൊറോണേഷൻ ഓഫ് ദ കൈൻഡ് ആൻഡ് ദ പെർഫോമൻസ് ഓഫ് ഹോഴ്സ് സാക്രിഫൈസ്. ഇത്തരത്തിലുള്ള പട്ടാഭിഷേകത്തിനും അശ്വാഭ്യാസത്തിനും സ്റ്റേറ്റിൻ്റെ ധാരാളം പണം ചിലവഴിച്ചു. തൗസൻഡ്സ് ഓഫ് ബ്രാഹ്മൺസ് വർ ഫീസ്റ്റഡ്. ആയിരക്കണക്കിന് ബ്രാഹ്മണർക്ക് വിരുന്നൊരുക്കി. ദേ ഓൾ ഹാഡ് ടു ബി ഗിവൺ ദക്ഷിണ ഓൺ ദ ലിബറൽ സ്കെയിൽ. അതായത് അവർക്കെല്ലാം ദക്ഷിണ നൽകേണ്ടി വന്നു. എ ലാർജ് നമ്പർ ഓഫ് ആനിമൽസ് വർ കിൽഡ് ഓൺ ദോസ് ഒക്കേഷൻസ്. ഇത്തരം സന്ദർഭങ്ങളിൽ ധാരാളം മൃഗങ്ങൾ കൊല്ലപ്പെട്ടു. The whole of the attention of the state was concentrated on the performance of the sacrifices.
രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇത്തരം സാക്രിഫൈസസിൽ കേന്ദ്രീകരിച്ചു. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ റിലീജിയൻസ്, ബുദ്ധിസം occupies a unique place and its founder was Buddha or Gautama or Siddhartha. അപ്പോൾ ഇന്ത്യൻ മതങ്ങളുടെ ചരിത്രത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട് ബുദ്ധിസത്തിന്. അതിൻ്റെ സ്ഥാപകൻ ബുദ്ധ അല്ലെങ്കിൽ ഗൗതമ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഹീ ഈസ് ഓൾസോ കോൾഡ് ദ എൻലൈറ്റഡ് വൺ, അതായത് അദ്ദേഹത്തെ പ്രബുദ്ധൻ എന്ന് വിളിക്കുന്നുണ്ട്. ഹിസ് ഫാദേഴ്സ് നെയിം വാസ് ശുദ്ധോദന ആൻഡ് മദേഴ്സ് നെയിം വാസ് മഹാമായ. അവരുടെ പിതാവിൻ്റെ പേര് ശുദ്ധോദനും മാതാവിൻ്റെ പേര് മഹാമായയുമായിരുന്നു. The child called Siddhartha was followed a luxurious life and was married at the age of 16. സിദ്ധാർത്ഥ എന്ന കുട്ടി ആഡംബര ജീവിതം പിന്തുടർന്നു. 16 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ചു. ഹിസ് വൈഫ് നെയിംലി യശോദ at the age of 29, a son was born to him and he was given the name of Rahul. 29 വയസ്സുള്ളപ്പോൾ അവർക്കൊരു മകൻ ജനിച്ചു. അദ്ദേഹത്തിന് രാഹുൽ എന്ന് പേരിട്ടു. ഇനി ടീച്ചിങ് ഓഫ് ബുദ്ധ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ബ്രിട്ടീഷിന് മുമ്പുള്ള ഇന്ത്യയിലെ ചരിത്രബോധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ജൈന ബുദ്ധമത പാരമ്പര്യത്തെക്കുറിച്ചാണ് അല്ലേ. അതായത് ബുദ്ധമതം ഗൗതമ ബുദ്ധൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെയും കേന്ദ്രീകരിച്ചും ജൈനമതം മഹാവീരൻ്റെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളെയും കേന്ദ്രീകരിച്ചുള്ളതാണ്. അപ്പോൾ ബുദ്ധമതവും ജൈനമതവും കർമ്മത്തെ ഭൂമിയിലെ ജീവികളുടെ കഷ്ടപ്പാടുകൾക്ക് ഉത്തരവാദിയായിട്ടുള്ള ഒരു ബന്ധിത ശക്തിയായിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പൊതു സവിശേഷതകളിലൊന്ന് സന്യാസിമാരുടെയോ സന്യാസി സമൂഹങ്ങളുടെയോ സംഘടന എന്നുള്ളതാണ്. ബുദ്ധമതം ഒരു ബഹുദൈവ മതമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജ്ഞാനം നേടുക എന്നതാണ്. അതുപോലെ തന്നെ ജൈനമതവും ഒരു ബഹുദൈവ വിശ്വാസമാണ്. അതിൻ്റെ ലക്ഷ്യങ്ങൾ അഹിംസയിലും ആത്മാവിൻ്റെ വിമോചനത്തിലും അധിഷ്ഠിതമാണ്. സംസാരത്തിൻ്റെ ദൈവിക ശക്തിയെക്കുറിച്ചുള്ള വേദ ആശയം സ്തുതിഗീതത്തിൻ്റെ ദാർശനിക സങ്കല്പമായിട്ട് അതിനെ വികസിപ്പിച്ചെടുത്തത് അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് വ്യാപിക്കുകയും അതിൻ്റെ മാക്സിമത്തിലേക്ക് വ്യാപിക്കുന്നതും സൃഷ്ടിയുടെ തന്നെ ആദ്യം അറിയാവുന്നതുമായ ഇത്തറിക് വൈബ്രേഷനുകളുടെ മാനുഷിക പ്രകടനമാണ്. ജൈനമതവും ബുദ്ധമതവും ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിലും സംസ്കാരത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത ശ്രേണിയിലുള്ള ശബ്ദങ്ങളും താളങ്ങളും ചേർന്നതാണ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു സ്തുതിക്ക് യുദ്ധങ്ങളിലെ വിജയമോ പരാജയമോ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെട്ടു. ഒരു രാഷ്ട്രത്തിൻ്റെയോ അതിൻ്റെ ശത്രുക്കളുടെയോ അഭിവൃദ്ധി ഉറപ്പാക്കുന്നുണ്ട്. പോപ്പുലർ അസംബ്ലിയിൽ വോട്ടുകൾ നേടാനോ എതിരാളിയുടെ വാദങ്ങളെ നിശബ്ദമാക്കാനോ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പട്ടാഭിഷേകത്തിനും അശ്വാഭ്യാസത്തിനും രാഷ്ട്രത്തിൻ്റെ ധാരാളം പണം ചെലവഴിച്ചു. ആയിരക്കണക്കിന് ബ്രാഹ്മണർക്ക് വിരുന്നൊരുക്കി അവർക്കെല്ലാം ദക്ഷിണ നൽകേണ്ടി വന്നു. ഈ അവസരത്തിൽ ധാരാളം മൃഗങ്ങൾ കൊല്ലപ്പെട്ടു. രാഷ്ട്രത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ബലിയർപ്പണത്തിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യൻ മതങ്ങളുടെ ചരിത്രത്തിൽ ബുദ്ധിസത്തിന് സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതിൻ്റെ സ്ഥാപകൻ ബുദ്ധ അല്ലെങ്കിൽ ഗൗതമൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തെ പ്രബുദ്ധൻ എന്നും വിളിക്കാറുണ്ട്. അതായത് ദ എൻലൈറ്റഡ് വൺ എന്ന പേരിലും അറിയപ്പെടുന്നു. പിതാവിൻ്റെ പേര് ശുദ്ധോദനൻ എന്നും അമ്മയുടെ പേര് മഹാമായം എന്നുമായിരുന്നു. സിദ്ധാർത്ഥ എന്ന കുട്ടി ആഡംബര ജീവിതം പിന്തുടർന്നു. 16 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ യശോദയായിരുന്നു. അദ്ദേഹത്തിന് 29 വയസ്സുള്ളപ്പോൾ ഒരു മകൻ ജനിച്ചു. അദ്ദേഹത്തിന് രാഹുൽ എന്ന് പേരിട്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബുദ്ധൻ്റെ അധ്യാപനങ്ങളാണ്. ടീച്ചിങ് ഓഫ് ബുദ്ധ. ബുദ്ധ taught for 45 years through conversation, lectures and parables. His method of teaching was unique. അപ്പോൾ അദ്ദേഹം 45 വർഷത്തോളം സംഭാഷണത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഉപമകളിലൂടെയും ഒക്കെ അദ്ദേഹം പ്രബോധനങ്ങൾ നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ എന്നുള്ളത് ഒരു യുണീക്കായിരുന്നു, വ്യത്യസ്തമായിരുന്നു. ബുദ്ധാസ് കൺസെപ്ഷൻ ഓഫ് റിലീജിയൻ വാസ് പ്യൂർലി എത്തിക്കൽ. അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പം പൂർണ്ണമായിട്ടും ധാർമ്മികമായിരുന്നു. ഹി ഡിഡ് നോട്ട് കെയർ ഫോർ വർഷിപ്പ് ഓർ റിച്വൽസ്.
ബുദ്ധ ഡിഡ് നോട്ട് ബോദർ അബൌട്ട് ദ കാസ്റ്റ് സിസ്റ്റം. അദ്ദേഹം ആരാധനകളോ ആചാരങ്ങളോ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. മാത്രമല്ല ജാതി വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ബോധരായിരുന്നില്ല. ദ സിംപ്ലിസിറ്റി ഓഫ് ബുദ്ധിസം വാസ് ദ കോസ് ഓഫ് ദ സ്പ്രെഡ് ഓഫ് ബുദ്ധിസം. ബുദ്ധമതത്തിൻ്റെ ലാളിത്യമാണ് ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തിന് കാരണമായത്. ദ സെൻട്രൽ പോയിന്റ് വാസ് ദാറ്റ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ സീൻ ഇൻ ടു ലാംഗ്വേജസ് പാലി ആൻഡ് സംസ്കൃത്. ഇപ്പോൾ ബുദ്ധ സാഹിത്യം പാലിയിലും സംസ്കൃതത്തിലും 2 ഭാഷകളിലായി കാണപ്പെടുന്നു എന്നതാണ് അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ. ദ പാലി canon is divided into 3 Pidakas or 3 baskets. The Vinayaka Pidaka contains disciplinary rules and regulations. പാലി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ 3 പീഠകങ്ങളിൽ 3 കൊട്ടകളായി തിരിച്ചിരിക്കുന്നു. അതിൽ വിനായക പീഠകത്തിൽ അച്ചടക്ക നിയമങ്ങളും നിയന്ത്രണങ്ങളും അടങ്ങിയിരിക്കുന്നു. ബുദ്ധിസം എസ്റ്റാബ്ലിഷ്ഡ് ആൻ ഇൻറ്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫോറിൻ കൺട്രീസ്. അതായത് ഇന്ത്യയും മറ്റ് വിദേശ രാജ്യങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടാക്കാൻ ബുദ്ധമതത്തിന് സ്ഥാപിച്ചു. ദ ഇന്ത്യൻ മോങ്സ് ആൻഡ് സ്കോളേഴ്സ് ക്യാരിഡ് ദ ഗോസ്പൽ ഓഫ് ബുദ്ധ ടു ഫോറിൻ കൺട്രീസ് ഫ്രം ദ 3rd century before Christ onwards, and consequently converts those countries looked up to India as Holy Land, the cradle of their faith, a pilgrimage to which was crowning act of the life of a pious householder. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ സന്യാസിമാരും പണ്ഡിതന്മാരും ബുദ്ധൻ്റെ സുവിശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഫലമായി ആ രാജ്യത്ത് ധാരാളം മതപരിവർത്തനങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ കടിത്തൊട്ടിലായിട്ടുള്ള അതിൻ്റെ കേന്ദ്രമായിട്ടുള്ള ഇന്ത്യയെ പുണ്യഭൂമിയായി അവർ കണക്കാക്കി അതിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ ഒരു കിരീടധാരണമായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ ഒരു ഭക്തനായ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇന്ത്യാസ് ഐസൊലേഷൻ വാസ് ബ്രോക്കൺ ബൈ ബുദ്ധിസം. ഇന്ത്യയുടെ ഒറ്റപ്പെടൽ ബുദ്ധമതം തകർത്തു. അതായത് ഇന്ത്യ ഒന്ന് മാറി നിൽക്കുന്നതിനെ ബുദ്ധമതം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള, അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട്, ഒരു പ്രധാന സോഴ്സായിട്ട് മാറി. ബുദ്ധിസം മെയ്ഡ് എ ഡയറക്റ്റ് അപ്പീൽ ടു ദ പ്രൈമറി ഇമോഷൻ ടു ദ പീപ്പിൾ. മതം ജനങ്ങളുടെ പ്രാഥമിക വികാരങ്ങളെ പരിഗണിക്കുന്നതായിരുന്നു. ഇറ്റ് സിംപ്ലിസിറ്റി എൻറ്റേർഡ് ഇൻ ടു ദ കോമൺ ഫോക്ക് ഹു കെയിം ടു ലുക്ക് അപ്പോൺ ഇറ്റ് ആസ് റിലീജിയൻ ഓഫ് ദ കൺട്രി. അതിൻ്റെ ലാളിത്യം അതിനെ ആകർഷിച്ചു. അതിനെ രാജ്യത്തിൻ്റെ മതമായി കാണാൻ സാധാരണക്കാർ തയ്യാറായി. ഇറ്റ് ഈസ് contended that Buddhism helped the evolution of an Indian nation and paved the way for political union of India. ബുദ്ധമതം ഒരു ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ പരിണാമത്തെ സഹായിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ ഐക്യത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്, അതായത് ടീച്ചിങ് ഓഫ് ബുദ്ധ എന്ന ഭാഗത്ത് ബുദ്ധൻ 45 വർഷക്കാലം സംഭാഷണങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഉപമകളിലൂടെയും പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതി അതുല്യമായിരുന്നു, യുണീക്കായിരുന്നു, ഒരു വ്യത്യസ്തമായ രീതിയായിരുന്നു. ബുദ്ധൻ്റെ മതത്തെക്കുറിച്ചുള്ള സങ്കല്പം തികച്ചും ധാർമ്മികമായിരുന്നു. ആരാധനകളോ ആചാരങ്ങളോ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. ജാതി വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും ബോധർ ചെയ്തിരുന്നില്ല. ബുദ്ധമതത്തിൻ്റെ ലാളിത്യമാണ് ബുദ്ധമതത്തിൻ്റെ വ്യാപനത്തിന് കാരണമായിട്ടുള്ളത്. ബുദ്ധസാഹിത്യം പാലിയിലും സംസ്കൃതത്തിലും 2 ഭാഷകളിലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ഈ പാലി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ 3 പീഠകങ്ങളായി, അതല്ലെങ്കിൽ 3 കൊട്ടകളായി തിരിച്ചിരിക്കുന്നു. അതിൽ വിനായക പീഠകത്തിൽ അച്ചടക്ക നിയമങ്ങളും നിയന്ത്രണങ്ങളും അടങ്ങിയിരിക്കുന്നു. ബുദ്ധമതം ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ക്രിസ്തുവിന് മുമ്പ് 3 നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ സന്യാസിമാരും പണ്ഡിതന്മാരും ബുദ്ധൻ്റെ സുവിശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും തൽഫലമായി ആ രാജ്യങ്ങളെ മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു. അവരുടെ വിശ്വാസത്തിൻ്റെ കളിത്തൊട്ടിലായ ഇന്ത്യയെ പുണ്യഭൂമിയായി കണക്കാക്കി. അതിലേക്കുള്ള തീർത്ഥാടനത്തിൻ്റെ കിരീടധാരണമായിരുന്നു ഭക്തനായ ഒരു വ്യക്തിയുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. ബുദ്ധമതം ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വികാരങ്ങളെ പരിഗണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതിൻ്റെ ലാളിത്യം അതിനെ ആകർഷിച്ചു. അതിനെ രാജ്യത്തിൻ്റെ മതമായി കാണാൻ സാധാരണക്കാർ തയ്യാറായി. ബുദ്ധമതം ഒരു ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ പരിണാമത്തെ സഹായിക്കുകയും ഇന്ത്യയുടെ രാഷ്ട്രീയ ഐക്യത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി ഇമ്പാക്റ്റ് ഓഫ് ബുദ്ധിസം എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്.
Buddhist religion became popular due to its simplicity. ബുദ്ധമതം അതിൻ്റെ ലാളിത്യം കാരണം പ്രചരിക്കപ്പെട്ടു. Buddhism created a vast and varied literature in spoken language which was meant for the common people and not reserved like a secret language for all learned priesthood. വൈവിധ്യപൂർണമായ ഒരു സാഹിത്യത്തെ സൃഷ്ടിച്ചു. അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതും പൗരോഹിത്യത്തിനു വേണ്ടി മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെടാത്തതുമായിരുന്നു. The great contribution of Buddhism to India and world was in the field of sculptures and architecture. ഇന്ത്യക്കും ലോകത്തിനും ബുദ്ധമതം നൽകിയ മഹത്തായ സംഭാവന എന്ന് പറഞ്ഞാൽ ശില്പങ്ങളുടെയും വാസ്തുവിദ്യയുടെയും മേഖലയിലായിരുന്നു. ബുദ്ധിസം എസ്റ്റാബ്ലിഷ്ഡ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫോറിൻ കൺട്രീസ്. ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം ദൃഢപ്പെടുത്താൻ ബുദ്ധമതം സഹായിച്ചു. ബുദ്ധിസ്റ്റ് വിഹാരാസ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ബുദ്ധവിഹാരങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. The motto of Ahimsa Paramo Dharma was closely attached to Buddhism. അഹിംസ പരമോ ധർമ്മ എന്ന മുദ്രാവാക്യം ബുദ്ധമതവുമായി വളരെ അടുത്തതാണ്. Another contribution of the Buddhists was the monastic system. ബുദ്ധമതക്കാരുടെ മറ്റൊരു സംഭാവന സന്യാസ സമ്പ്രദായമായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ബുദ്ധമതത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, ബുദ്ധമതം അതിൻ്റെ ലാളിത്യം കാരണം പ്രചാരണം ലഭിച്ചു. ബുദ്ധമതം സംസാര ഭാഷയിൽ വിശാലവും വൈവിധ്യപൂർണവുമായിട്ടുള്ള ഒരു സാഹിത്യം സൃഷ്ടിച്ചു. അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതും പൗരോഹിത്യത്തിന് മാത്രമായി സംവരണം ചെയ്യപ്പെടാത്തതുമായിരുന്നു. ഇന്ത്യക്കും ലോകത്തിനും ബുദ്ധമതം നൽകിയ മഹത്തായ സംഭാവന ശില്പകലയുടെയും വാസ്തുവിദ്യയുടെയും മേഖലയിലായിരുന്നു. ബുദ്ധമതം ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ സൗഹാർദ്ദപരമായ ഒരു ബന്ധം സ്ഥാപിച്ചു. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ബുദ്ധവിഹാരങ്ങൾ ഉപയോഗിക്കപ്പെട്ടു. അഹിംസ പരമോധർമ്മ എന്ന മുദ്രാവാക്യം ബുദ്ധമതവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ബുദ്ധമതക്കാരുടെ മറ്റൊരു സംഭാവന സന്യാസ സമ്പ്രദായമായിരുന്നു. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ജൈനിസത്തെ കുറിച്ചാണ് പറയാനുള്ളത്. There is a lot of similarity between the teachings of Buddha and Mahavira. അതായത് ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും ടീച്ചിങ്സ് തമ്മിൽ നല്ല സാമ്യമുണ്ട്. Both of them belonged to princely families and not to priestly families. രണ്ടാളും എന്താണ്, രാജകുടുംബങ്ങളിലുള്ളവരാണ്, എന്നാൽ പുരോഹിത കുടുംബങ്ങളിൽ നിന്നുള്ളവരല്ല. Both denied the authority of Vedas and necessity of the performing sacrifices and rituals. അല്ലേ, അതായത് വേദങ്ങളുടെ അധികാരവും ആവശ്യകതയും രണ്ടുപേരും നിഷേധിക്കുന്നുണ്ട്. മഹാവീര വാസ് ദ ലാസ്റ്റ് തീർത്ഥങ്കര. മഹാവീരൻ ആരാണ്? അവസാനത്തെ തീർത്ഥങ്കരനാണ്. The name of his father was Siddhartha, who was the head of the Kshatriya clan called the Nyatrigas. അതായത് അദ്ദേഹം അവസാനത്തെ തീർത്ഥങ്കരനായിരുന്നു. ജ്ഞാത്രികാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷത്രിയ വംശത്തിൻ്റെ തലവനായ സിദ്ധാർത്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. സിദ്ധാർത്ഥ വാസ് മാരീഡ് ടു പ്രിൻസസ് ത്രിശാല, സിസ്റ്റർ ഓഫ് ചേതക, ഹു വാസ് ദ റൂളർ ഓഫ് വൈശാലി. അപ്പോൾ വൈശാലിയിലെ റൂളറായിട്ടുള്ള ചേതകൻ്റെ സഹോദരനായിട്ടുള്ള ത്രിശാലയായിരുന്നു സിദ്ധാർത്ഥൻ വിവാഹം കഴിച്ചത്. ദ ഒറിജിനൽ നെയിം ഓഫ് മഹാവീര വാസ് വർദ്ധമാന. വർദ്ധമാനൻ എന്നതാണ് മഹാവീരൻ്റെ യഥാർത്ഥ പേര്. ജൈനിസം ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് റിലീജിയസ് ട്രഡീഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിലെ അതിപുരാതനമായ മതപാരമ്പര്യങ്ങളിൽ പെട്ട ഒന്നായിരുന്നു ജൈനിസം. എ ഗ്രേറ്റ് ജനറേഷൻ ഓഫ് തീർത്ഥങ്കരാസ്, സെയിൻസ് ആൻഡ് സ്കോളേഴ്സ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ദിസ് ട്രഡീഷൻ. തീർത്ഥങ്കരന്മാരുടെയും സന്യാസിമാരുടെയും പണ്ഡിതന്മാരുടെയും ഒരു വലിയ തലമുറ ഈ പാരമ്പര്യത്തോട് അഗാധമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ദ ടേം ജൈന ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം ജിന ഈസ് ദ കോമൺ നെയിം ഫോർ ദ സുപ്രീം സോൾസ് ഹു ആർ ടോട്ടലി ഫ്രീ ഫ്രം ഓൾ ഫീലിംഗ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, അവേർഷൻ എക്സെട്ര. ജിന എന്ന പദത്തിൽ നിന്നാണ് ജൈന എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ആസക്തി, വെറുപ്പ് തുടങ്ങിയ എല്ലാ വികാരങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തരായ പരമോന്നത ആത്മാക്കളുടെ പൊതുവായിട്ടുള്ള പേരാണ് എന്ത്, ജിന എന്ന് പറഞ്ഞാൽ. ദ എറ്റിമോളജിക്കൽ മീനിങ് ഓഫ് ദ വേർഡ് ജിന ഈസ് കോൺഗറർ. ജിന എന്ന വാക്കിൻ്റെ പദോൽപത്തി ശാസ്ത്രപരമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ജേതാവ് എന്നുള്ളതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിവിഷൻ ഇൻ ദ റിലീജിയസ് വേൾഡ് ഈസ് ബിറ്റ്വീൻ ദിഗംബര ആൻഡ് ശ്വേതാംബര. അതായത് പിൽക്കാലത്ത് ജൈനിസം ദിഗംബരന്മാരെന്നും ശ്വേതാംബരന്മാരെന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. To Dikambara sect, nudity is an essential prerequisite for
മെൻഡിസൺ ലൈഫ്. ആകാശം വസ്ത്രമാക്കിയവരാണ്, ദിക്കിനെ വസ്ത്രമാക്കിയവരാണ്. അനദർ ഫണ്ടമെൻ്റൽ ഇഷ്യൂ ഈസ് റിഗാർഡിംഗ് ദ ക്വസ്റ്റ്യൻ ഓഫ് വുമൺസ് കപ്പാസിറ്റി ഫോർ മോക്ഷ. മറ്റൊരു അടിസ്ഥാന പ്രശ്നം മോക്ഷത്തിനുള്ള സ്ത്രീകളുടെ കഴിവിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ജൈനിസത്തെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? ബുദ്ധൻ്റെയും മഹാവീരൻ്റെയും അധ്യാപനങ്ങൾ തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. രണ്ടുപേരും രാജകുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർ പുരോഹിത കുടുംബങ്ങളിൽ നിന്നായിരുന്നില്ല. വേദങ്ങളുടെ അധികാരവും ആവശ്യകതയും ഇരുവരും നിഷേധിക്കുകയും യാഗങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നതിനെ അവർ തടയുകയും ചെയ്യുന്നുണ്ട്. അവസാനത്തെ തീർത്ഥങ്കരനായിരുന്നു മഹാവീരൻ. ത്രികാസ് എന്ന പേരിൽ അറിയപ്പെട്ട ക്ഷത്രിയ വംശത്തിലെ തലവനായ സിദ്ധാർത്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. വൈശാലിയുടെ ഭരണാധികാരിയായിരുന്ന ചേതകന്റെ സഹോദരി ത്രിശാല രാജകുമാരിയെ സിദ്ധാർത്ഥൻ വിവാഹം കഴിച്ചു. മഹാവീരന്റെ യഥാർത്ഥ പേര് വർദ്ധമാനൻ എന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മതപാരമ്പര്യങ്ങളിൽ ഒന്നാണ് ജൈനമതം. തീർത്ഥങ്കരന്മാരുടെയും സന്യാസിമാരുടെയും പണ്ഡിതന്മാരുടെയും ഒരു വലിയ തലമുറ ഈ പാരമ്പര്യത്തോട് അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജിന എന്ന പദത്തിൽ നിന്നാണ് ജൈന എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്. ആസക്തി, വെറുപ്പ് തുടങ്ങിയ എല്ലാ വികാരങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തരായ പരമോന്നത ആത്മാക്കളുടെ പൊതുവായ പേരാണ് ജിന എന്ന് പറഞ്ഞാൽ. ജിന എന്ന വാക്കിൻ്റെ പദോൽപത്തി ശാസ്ത്രപരമായിട്ടുള്ള അർത്ഥം ജേതാവ് എന്നതാണ്. മതലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗീയ വിഭജനം ജൈനമതത്തെ രണ്ടായിട്ട് തരംതിരിച്ചു: ദിഗംബരന്മാരും ശ്വേതാംബരന്മാരും. ദിഗംബര വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദിക്കിനെ വസ്ത്രമാക്കിയവരായിരുന്നു, ദിക് അംബരാസായിരുന്നു, അതായത് നഗ്നരായിരുന്നു. മറ്റൊരു അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിനുള്ള സ്ത്രീകളുടെ കഴിവിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ഇനി സേക്രഡ് സ്ക്രിപ്റ്റേഴ്സ് ഓഫ് ജൈനിസം, ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ദ സെൻട്രൽ പോയിന്റ് വാസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ഓൾ ആൻഷ്യന്റ് ജൈൻ ടെക്സ്റ്റ് ആർ റിട്ടൺ ഇൻ പ്രാകൃത, ആൻ ഏർലി ഫോം ഓഫ് സംസ്കൃത്. അതായത് സംസ്കൃതത്തിൻ്റെ പഴയകാല രൂപമായിട്ടുള്ള പ്രാകൃത ഭാഷയിലാണ് ഭൂരിഭാഗം ജൈനമത ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ളത്. ദ ജനറൽ ഔട്ട്ലൈൻ ഓഫ് ദ കാനൻ ഈസ് ആസ് ഫോളോസ്. അതായത് അതിലെ പ്രധാനപ്പെട്ടവ താഴെ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 6 sections ആൻഡ് കണ്ടെയ്ൻസ് എയ്തർ 45 or 46 ബുക്സ്. ഇതിന് 6 വിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട്. അതിൽ 45 or 46 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ദ 12 അംഗാസ് ഓർ ലിംസ്, അതായത് 12 അംഗങ്ങൾ അല്ലെങ്കിൽ 12 അവയവങ്ങൾ എന്നുള്ളതാണ് ഒരു പുസ്തകത്തിൻ്റെ പേര്. ദ 12 ഉപ അംഗാസ് ഓർ സെക്കൻഡറി ലിംസ്, അതായത് 12 ഉപാംഗങ്ങൾ അല്ലെങ്കിൽ ദ്വിതീയ അവയവങ്ങൾ. ദ 10 പൈനാസ് ഓർ സ്കാറ്റേർഡ് പീസസ്, 10 വേദനകൾ അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന കഷ്ണങ്ങൾ. 4ാമത്തെ ബുക്കിൻ്റെ പേര് ദ 6 ചേയ സൂത്താസ്, 6 ചേയ സൂത്രങ്ങൾ. 5ാമത്തെ പുസ്തകമാണ് ഇൻഡിവിജ്വൽ ടെക്സ്റ്റ്, വ്യക്തിഗത ഗ്രന്ഥങ്ങൾ. ദ 4 മൂലസൂത്താസ്, 4 മൂലസൂത്താസ് ആണ് 6ാമത്തെ പുസ്തകം. 4 മൂലസൂത്രങ്ങൾ. ഇനി ടീച്ചിങ് ഓഫ് മഹാവീര, മഹാവീരൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക്. മഹാവീര ടേൺഡ് ഹിസ് അറ്റൻഷൻ ഇൻ ടു അഹിംസ. മഹാവീരൻ തൻ്റെ ശ്രദ്ധ അഹിംസയിലേക്ക് തിരിച്ചു. മഹാവീരാസ് ടീച്ചിങ് വാസ് ബേസ്ഡ് ഓൺ ദ ത്രിരത്ന ഓർ 3 essential elements ഓഫ് ഗുഡ് ലൈഫ് were റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. മഹാവീരൻ്റെ ടീച്ചിങ്സ്, അധ്യാപനങ്ങൾ ത്രിരത്നത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അല്ലെങ്കിൽ നല്ല ജീവിതത്തിൻ്റെ 3 അവശ്യ ഘടകങ്ങളാണ്: ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവർത്തനം എന്നിവ. മഹാവീര ആസ്ക്ഡ് ഹിസ് ഫോളോവേഴ്സ് ടു ലിവ് എ ലൈഫ് ഓഫ് വെർച്യു ആൻഡ് മൊറാലിറ്റി. അദ്ദേഹം തൻ്റെ അനുയായികളോട് ധർമ്മവും ധാർമ്മികവുമായ ജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടു. ഹി പുട്ട് ഗ്രേറ്റ് എംഫസിസ് ഓൺ അഹിംസ. അദ്ദേഹം അഹിംസയിൽ വലിയ ഊന്നൽ നൽകി. ജൈനിസം സ്പ്രെഡ് ഇൻ ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. ജൈനിസം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു. ദ ജൈൻ ബിൽട്ട് ഭിക്ഷുഗൃഹാസ് ഓർ കേവ് ഡ്വെല്ലിങ്സ്. ജൈനന്മാർ ഭിക്ഷുഗൃഹങ്ങൾ നിർമ്മിച്ചു അല്ലെങ്കിൽ ഗുഹാവാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ജൈനിസം വെർ മധുര, ഉജ്ജയിൻ ആൻഡ് ഗുജറാത്ത്. മധുര, ഉജ്ജയിൻ, ഗുജറാത്ത് എന്നിവയായിരുന്നു ജൈനമതത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ.
According to him, the three essentials for good life were right faith, right knowledge and right action. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയായിരുന്നു നല്ല ജീവിതത്തിൻ്റെ ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങൾ. അപ്പോൾ മഹാവീരൻ്റെ അധ്യാപനങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്? മഹാവീരൻ തൻ്റെ ശ്രദ്ധ അഹിംസയിലേക്ക് തിരിച്ചു. മഹാവീരൻ്റെ അധ്യാപനങ്ങൾ ത്രിരത്നത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അല്ലെങ്കിൽ നല്ല ജീവിതത്തിൻ്റെ 3 അവശ്യ ഘടകങ്ങളാണ് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവർത്തനം എന്നിവ. മഹാവീരൻ തൻ്റെ അനുയായികളോട് ധർമ്മവും ധാർമ്മികവുമായ ജീവിതം നയിക്കാൻ വേണ്ടി ഉദ്ഘോഷിച്ചു. അദ്ദേഹം അഹിംസയിൽ വലിയ ഊന്നൽ നൽകി. ജൈനമതം ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചു. ജൈനര് ഭിക്ഷുഗൃഹങ്ങൾ അല്ലെങ്കിൽ ഗുഹാവാസസ്ഥലങ്ങൾ നിർമ്മിച്ചു. മധുര, ഉജ്ജയിൻ, ഗുജറാത്ത് എന്നിവയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയായിരുന്നു നല്ല ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇനി ജൈൻ ലിറ്ററേച്ചർ ആൻഡ് റൈറ്റേഴ്സ് എന്നുള്ളതാണ്. ബോത്ത് ശ്വേതംബരാസ് ആൻഡ് ദിഗംബരാസ് സെക്ട്സ് കോൾ ദർ സേക്രഡ് ബുക്സ് ദ ആഗമ സിദ്ധാന്ത. The Jain monks wrote Nidyogis or commentaries. The Charita give the stories of Tirthankaras. ജൈന സാഹിത്യത്തെക്കുറിച്ചും അതിൻ്റെ എഴുത്തുകാരന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ശ്വേതംബരന്മാരും ദിഗംബരന്മാരും അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ആഗമ സിദ്ധാന്ത എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ജൈന സന്യാസിമാർ നിർയുഗികൾ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ചരിതത്തിൽ അവർ തീർത്ഥങ്കരന്മാരുടെ കഥകളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത്രയുമാണ് ജൈന ബുദ്ധ മതങ്ങളെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.